കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ മതത്തിന്റെ പേരിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചതായി ഷമീറ ഖാദർമോൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 വർഷത്തോളമായി മഹിളാ കോൺഗ്രസിൽ സജീവ പ്രവർത്തകയാണ്. 5 വർഷത്തോളം പഞ്ചായത്തിലെ ആശാ വർക്കറായിരുന്നു. 10 വർഷം മുമ്പ് സീറ്റ് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് ഓഫീസും മറ്റും നിത്യസഹായമാതാ ദേവാലയവും അടങ്ങുന്ന 11ാം വാർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിനു വേണ്ടി മാറ്റിവെച്ചെന്നായിരുന്നു പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുകയാണ്. വാർഡ് മീറ്റിംഗിൽ സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് തന്റെ പേരും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പേരൊഴിവാക്കി. 2 വർഷം മുമ്പ് പാർട്ടിയിലെത്തിയ പ്രവർത്തകയെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. മുസ്ലിം വിഭാഗത്തെ മാറ്റി നിർത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് DCC പ്രസിഡന്റ് രാജിക്കത്ത് നൽകി. ഭാരവാഹിത്വങ്ങൾ രാജിവെച്ചെങ്കിലും കോൺഗ്രസ് പ്രവർത്തകയായി തുടരുമെന്നും ഷമീറ പറഞ്ഞു. ഈ പാർട്ടിയുടെ എല്ലാ പാർട്ടി പരിപാടിക്കും രാത്രിയിലെ പകലിലെ ദിവസങ്ങളോളം മാറി നിൽക്കേണ്ട പരിപാടികൾ ഉണ്ടായിട്ട് പോലും ഞാൻ എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ പാവർട്ടി ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. മുന്നേ ഞാൻ ഇതേപോലെ CDS മെമ്പർ നിലയിൽ ഞാൻ CDS മെമ്പറാണ്. അപ്പോൾ ഞാൻ ഇവരോട് സീറ്റ് ചോദിച്ചപ്പോൾ അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് പള്ളിയിലച്ഛൻ 11ഉം 12ഉം വാർഡ് ചോദിച്ചിട്ടുണ്ടെന്ന്. കാര്യം ഞാൻ പാർട്ടിക്കാരായിട്ട് കൂടുതൽ ചർച്ചയ്ക്കൊക്കെ ചെന്നെങ്കിലും അവർ എനിക്ക് തരാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഞാൻ പള്ളിയിലച്ഛനെ കണ്ടപ്പോൾ പള്ളിയിലച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ 11ഉം 12ഉം വാർഡ് ചോദിച്ചെന്നല്ല, ഞാൻ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അച്ഛനൊന്ന് സംസാരിക്കണമെന്നാണ് പറഞ്ഞു. അപ്പം അച്ഛനോട് ഞാൻ വീണ്ടും ചോദിച്ചു, അച്ഛൻ അങ്ങനെ 11ഉം 12ഉം വാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഗ്രൂപ്പിൽ പറയുന്നത് അച്ഛൻ വേറെ ആളുകളോട് ചെല്ലുമ്പോൾ വേറെ പറയുന്നു, നീ ചെല്ലുമ്പോൾ വേറെ പറയുന്നു. ഒരു കോർ കമ്മിറ്റി കൂടുമ്പോൾ അതിൽ എല്ലാവരും കൂട്ടായിട്ട് ഇരുന്നിട്ടാണ് അത് നിയോജക മണ്ഡലത്തിലേക്ക് കൊടുക്കുക. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരാളുടെ പേരേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് സംസ്ഥാന പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് കുട്ടി പേര് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പേര് കൊടുത്തിട്ടുണ്ടല്ലോ, എന്നാൽ നിൻ്റെ പേര് ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ മണ്ഡലം പ്രസിഡന്റിൻ്റെ അടുത്ത് ഷാജു തരകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, കിട്ടാത്തത് ഒരു വശം, പക്ഷേ ഇനി എത്ര കാലം ഞാൻ ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡിലോ പ്രവർത്തിച്ചാലും ഒരു മുസ്ലിം സമുദായത്തിനെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളുടെ വാർഡിലുള്ളത്. ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ എൻ്റെ വാർഡ് മെമ്പറും വി വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ ഗുരുവായൂരുള്ള അവരടങ്ങുന്ന എൻ്റെ പ്രാദേശിക കുറച്ച് നേതാക്കന്മാരും കൂടിയിട്ട് ഇപ്പോൾ ആ കുട്ടീനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ തുടർന്ന് എനിക്ക് പാർട്ടി ഞാൻ എന്തായാലും കോൺഗ്രസ് തന്നെയാണ്, അത് ഞാൻ വിട്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഈ 2 സ്ഥാനങ്ങളും ഞാൻ രാജിവെച്ചു. DCC പ്രസിഡന്റിന് ഞാൻ കൊടുത്തു. പിന്നെ എൻ്റെ ഗ്രൂപ്പിലായാലും ഞാൻ സ്ഥാനമാനങ്ങൾ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്.